പോലീസിനൊരു പരിമിതിയുണ്ട്. ഇപ്പോൾ ഒരാൾക്കെതിരെ ഒരു കേസുണ്ട് എങ്കിൽ അയാളെ നിരീക്ഷണത്തിൽ വെക്കാം. ഒരാൾക്കെതിരെ നിരന്തരം കാപ്പ ചുമത്തിപ്പെട്ടിട്ടുള്ളതാണ്, ഗുണ്ടാ ലിസ്റ്റിൽപ്പെട്ട ആളാണ്, അയാളുടെ പോക്കുവരവുകൾ, അയാളുടെ ബന്ധങ്ങൾ, മറ്റു പലതും നിരീക്ഷിക്കാം. പക്ഷേ ഇപ്പം നമ്മൾ വളരെ വ്യക്തിപരമായി എനിക്ക് ഭീഷണി ഉണ്ടെന്ന് പറഞ്ഞാൽ ആ ഭീഷണിയുടെ പരിധിയിൽ വരുന്ന മുഴുവൻ ആളുകളുടെയും സഞ്ചാര സ്വാതന്ത്ര്യവും അവരുടെ മറ്റു കാര്യങ്ങളടക്കമുള്ള വളരെ വ്യക്തിപരമായ കാര്യങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ പോലീസിന് കഴിയുമോ എന്ന് ചോദിച്ചാൽ ഇല്ല. പകരം സംവിധാനം എന്താണ് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുന്നത്? പോലീസ് ജാഗരൂകരാവാൻ തയ്യാറാവണം എന്നുള്ളത് തന്നെയാണ് മാധുവിന് ഏറ്റവും പരിഹാരമുള്ളത്. കാരണം ജനങ്ങൾക്ക്, നമ്മുടെ നികുതിദായകരായ ജനങ്ങളുടെ മുമ്പിലേക്ക് ഇപ്പോൾ ഫയർ സർവീസിൻ്റെ കാക്കി യൂണിഫോം ഇട്ട കുറേ ആൾക്കാർ ചെന്നിട്ട് അവർ വയലൻ്റായി കഴിഞ്ഞാൽ, അവരെ പിടിച്ചൊതുക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ അവർ തയ്യാറാവില്ല. അതുമാതിരി തന്നെ കാക്കിധാരികളായ മറ്റ് സംസ്ഥാന സർക്കാരിൻ്റെ ഏത് വിഭാഗം, ഫോറസ്റ്റിൻ്റെ ആൾക്കാർ വന്നാൽ സമ്മതിക്കുമോ? ഇല്ല. അപ്പോൾ ജനങ്ങൾക്ക് പേടിയുള്ളത് പോലീസിനെയാണ്. പക്ഷേ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് നമ്മൾ യൂട്യൂബിലും അതുപോലെ തന്നെ വാട്സപ്പിലും പ്രചരിക്കുന്ന വീഡിയോകൾ നോക്കിക്കഴിഞ്ഞാൽ പോലീസ് പണ്ട് ജനങ്ങളെ എങ്ങനെ വിരട്ടിയിരുന്നു അതുമാതിരി ജനങ്ങളിപ്പോൾ പോലീസിനെ വിരട്ടുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തി. പോലീസിനെ ലെവലേശം ജനങ്ങൾക്ക് ഭയമില്ലാത്തൊരവസ്ഥയാണ് നമ്മൾ സംജാതമായിരിക്കുന്നത്. നമുക്ക് സമൂഹ മാധ്യമങ്ങൾ നിരീക്ഷിച്ചു കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. പോലീസ് വാഹനം കൈ കാണിച്ച് തടഞ്ഞു നിർത്തിയിട്ട് ഇതിൻ്റെ ഇൻഷുറൻസ് അടച്ചിട്ടില്ല, ഇത് അടച്ചിട്ട് പോയാൽ മതി എന്നൊക്കെ പറയേണ്ട അവസ്ഥയിലേക്ക് നമ്മുടെ സംസ്ഥാന പോലീസ് തരം താന്നുവെങ്കിൽ അത് പോലീസിൻ്റെ മാത്രം കുറ്റമല്ല, പോലീസിനെ നിയന്ത്രിക്കേണ്ടവരുടെ കൂടി കുറ്റമാണ്. ഇത്തരം ഒരു സാഹചര്യം കേരളത്തിൽ ഉടലെടുത്തുവെങ്കിൽ അതിൻ്റെ പരിപൂർണ്ണ ഉത്തരവാദിത്വം ആഭ്യന്തര വകുപ്പിനാണ്. ആഭ്യന്തര വകുപ്പിന് എന്ന് പറയുമ്പോൾ തന്നെ അത് ചെന്നെത്തി നിൽക്കുന്നത് സംസ്ഥാന സർക്കാരിൻ്റെ വീഴ്ചയാണ്. നമ്മളിപ്പോൾ ഒരു സ്കൂളിൻ്റെ കാര്യം എടുക്കുക, ഒരു LP സ്കൂള്, ആ സ്കൂളിലത്തെ അധ്യാപിക, ഹെഡ് മിസ്ട്രസ് എന്ന് വിളിക്കുന്ന അവർ നന്നായി കഴിഞ്ഞാൽ ആ സ്കൂളിലെ ബാക്കിയുള്ള ടീച്ചർമാർ വളരെ നന്നായിരിക്കും. അതുപോലെ തന്നെ ഹൈസ്കൂളിലെ ആയാലും കോളേജിലെ ആയാലും പ്രിൻസിപ്പൾ നന്നായി കഴിഞ്ഞാൽ ആ കോളേജിലെ മറ്റ് അധ്യാപകരെ നിലയ്ക്ക് നിർത്താൻ സാധിക്കും. പക്ഷെ നമ്മുടെ സംസ്ഥാനത്ത് കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് പോലീസിനൊരു നിയന്ത്രണമില്ല. പോലീസിൻ്റെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് പ്രവർത്തിക്കുന്നു. ഈ ഷിബിലയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ മാധു ഒരു കാര്യം ശ്രദ്ധിക്കുക, ഷെറിന് എന്ന് മോചനം കൊടുക്കാൻ പറ്റും എന്നുള്ള ധാരണയിൽ കലണ്ടർ നോക്കിയിരുന്ന ഒരു സംസ്ഥാനമാണ് ഇവിടെ. സംസ്ഥാനത്തിലെ ഉദ്യോഗസ്ഥരും അതുമാതിരി തന്നെ രാഷ്ട്രീയക്കാരുമാണ് നമ്മുടെ കേരളത്തിലുള്ളത്. അപ്പോൾ ഷെറിനെ എന്ന് മോചിപ്പിക്കാൻ കഴിയുമെന്ന കാര്യത്തിലുള്ള ജാഗ്രത അല്ലെങ്കിൽ ആ കാര്യത്തിൽ കാണിച്ച ശുഷ്കാന്തിയുടെ 1% ഷിബിലയുടെ കാര്യത്തിൽ കാണിച്ചു വെച്ച് കഴിഞ്ഞാൽ അതിനുശേഷമാണ് ഒരു വിദേശ വനിതയെ ആക്രമിച്ച കേസിൽ, ജയിലിനുള്ളിൽ ആക്രമിച്ച കേസിൽ ഷെറിൻ കുറ്റവാളിയാകുന്നത്. ജയിലിനുള്ളിൽ വെച്ച്, അതായത് സകല സ്വഭാവ സർട്ടിഫിക്കറ്റും നൽകി പുറത്തേക്ക് വിട്ടാൽ ഒരു കുഴപ്പവുമില്ല, പശ്ചാത്താപമുണ്ട് എന്നതടക്കം എഴുതി വെച്ച് അതിന് അംഗീകാരം നേടി ശിക്ഷാ ഇളവിനുള്ള എല്ലാ നടപടിക്രമങ്ങളും ത്വരിതഗതിയിൽ മുന്നോട്ട് പോകുന്നതിനിടയിലാണ് ഒരു കേസ് കൂടി വന്നിരിക്കുന്നത്. ഈ നിലയ്ക്കാണ് നമ്മളുടെ താല്പര്യങ്ങളും നമ്മുടെ സുരക്ഷാ സംവിധാനങ്ങളും തമ്മിലുള്ള സംഘർഷമുണ്ടാകുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്. ഈ ഷെറിൻ എന്ന് പറയുന്ന സ്ത്രീക്ക് അറിയുണ്ടായിരുന്നില്ല 14 വർഷവും 32 ദിവസവും എൻ്റെ കഴിഞ്ഞു എന്നുള്ളത്. അത് പുറത്തിരിക്കുന്നവരെ കൃത്യമായിട്ട് 14 വർഷവും 32 ദിവസവും കഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞ് അതിനെ ആ സ്ത്രീക്ക് പുറത്തേക്ക് ഇറങ്ങാൻ, ഒരു കൊടും ക്രിമിനലായ അവർക്ക് പുറത്തേക്ക് ഇറങ്ങാൻ, ഇപ്പോൾ മാധു പറഞ്ഞതിനപ്പുറം എന്തോ ഈ അവരെ പുറത്തേക്ക് ഇറക്കാൻ വേണ്ടി തയ്യാറായിട്ടുള്ള ചർച്ചകൾ കഴിഞ്ഞതിൻ്റെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എന്തോ കറിയിൽ ഉപ്പ് കൂടി എന്ന് പറഞ്ഞിട്ട് അവർ ആ കറി കൊണ്ടുവന്നവരുടെ മുഖത്തേക്ക് ഒഴുക്കി, അങ്ങനെ എന്തൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പം ജയിലിൽ അത്രയേറെ അട്രോഷ്യസ് ആയിട്ട് പെരുമാറുന്ന ഒരു വനിതയെ പുറത്തിറക്കാൻ സംസ്ഥാന സർക്കാരും രാഷ്ട്രീയക്കാരും കാണിച്ച ശുഷ്കാന്തിയുടെ 1% ഇവിടുത്തെ സാധാരണക്കാരായ നികുതിദായകർക്ക് നൽകാൻ തയ്യാറായാൽ ഷിബില കേസും ഉണ്ടാകില്ല, അതുമാതിരി തന്നെ പേരാമ്പ്രയിലെ കേസും ഉണ്ടാകില്ല. നോക്കൂ മാധു ശ്രദ്ധിക്കണം. അതായത് എന്തിനാണ് ബോബി ചെമ്മണ്ണൂർ ജയിലിൽ പോയത്, കാക്കനാട് ജയിലിൽ പോയത്? ഹൈക്കോടതിയുടെ പ്രത്യേക താക്കീതോടുകൂട്ടി ഒരു രാത്രി അവിടെ കിടക്കുമ്പോഴേക്കും ഇവിടുത്തെ പോലീസ് ഏമാന്മാരെ ഓടിയെത്തുകയാണ് അവിടേക്ക്. പോലീസ് ഏമാന്മാരെ സകല നിയമങ്ങളും ജയിൽ ചട്ടങ്ങളും ലംഘിച്ചുകൊണ്ട് ബോബി ചെമ്മണ്ണൂരിനെ കാണാനും അദ്ദേഹത്തിനുമായിട്ടുള്ള സൗഹൃദം പങ്കിടാനും വേണ്ടിയിട്ട് അവിടെ എത്തിയിരിക്കുന്നത് ഒരു സ്ത്രീ പീഡന കേസിൽ ചാർജ് ചെയ്യപ്പെട്ട കേസിൽ ഹൈക്കോടതിയുടെ നിർബന്ധം മൂലം ജയിൽ കിടക്കേണ്ടി വന്ന വ്യക്തിക്ക് എല്ലാവിധ സപ്പോർട്ടും കൊടുക്കാൻ വേണ്ടിയിട്ടാണ് 2 പോലീസ് ഉദ്യോഗസ്ഥർ കാക്കനാട് ജയിലിലേക്ക് എത്തിയിരിക്കുന്നത്. അപ്പം നമ്മുടെ പോലീസിൻ്റെ പോക്ക് എങ്ങോട്ടാണ്?
ഈ എന്തെന്നാ പറയേണ്ടത് ജനമൈത്രി പോലീസ് എന്ന് പുറത്ത് എഴുതി വെച്ച പോലീസിനെ അല്ല കേരളത്തിലെ ജനങ്ങൾക്ക് ആവശ്യം. ജനമൈത്രി പോലീസ് എന്ന് എഴുതി വെക്കണ്ട. പോലീസ് സ്റ്റേഷനിൽ ഇത്തരം സ്ത്രീകൾക്കെതിരായിട്ട് ഗാർഹിക പീഡനങ്ങളും സ്ത്രീധന പീഡനങ്ങളും ഇത്തരത്തിൽ ലഹരിക്കടിമയായവർ ഞങ്ങളെ പീഡിപ്പിക്കുന്നു, ഏത് സമയത്തും ഞങ്ങൾക്ക് എന്താപത്തും വരാമെന്ന് പറഞ്ഞു കിട്ടുന്ന പരാതികൾ സമയനിഷ്ഠയോടുകൂടിയിട്ട് നടപടിയെടുക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ നമ്മുടെ മനോഹരമായ എത്ര നമ്മൾ പോലീസുകാരെ പുകഴ്ത്തി പറയും. ഇവിടെ മോൻസൺ മാവുങ്കലിൻ്റെ മറ്റേ എന്താ പറയുക തട്ടിപ്പ് താവളത്തിലേക്ക് DGP അടക്കം പോകുന്നൊരവസ്ഥയിലേക്ക് കേരളം കൊണ്ടുചെന്ന് എത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കേരളത്തിലെ പോലീസിനെ മാത്രം പറയേണ്ട കുറ്റമല്ല. പോലീസിനെ നിയന്ത്രിക്കുന്ന കൈകൾ ശുദ്ധമല്ല. ഇവർ പോലീസും ആരെയൊക്കെയോ ഭയപ്പെടുന്നു. ശരിക്കും സ്റ്റേറ്റ് മിഷണറി എന്നാണ് പറയുക. അത് ഇച്ഛയാ പ്രവർത്തിക്കുന്നൊന്നല്ല, അത് സർക്കാരിന്റെ അല്ലെങ്കിൽ സംവിധാനത്തിന്റെ ഇച്ഛപ്രകാരം പ്രവർത്തിക്കേണ്ടുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ ഫോഴ്സിനെ കുറ്റം പറഞ്ഞിട്ടതിൽ എത്രത്തോളം കാര്യമുണ്ട് എന്നുള്ളതൊരു സംശയകരമായ കാര്യവുമാണ്.